എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നർ ലൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. 18 സിദ്ധന്മാരെ കുറിച്ചുള്ള പരമ്പര തുടരുകയാണ്. ഇന്ന് കാണുന്ന ചൈനയുടെ ആത്മീയവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് അടിസ്ഥാനമിട്ടത് 3 ഇന്ത്യൻ സിദ്ധയോഗികളായിരുന്നു. അവർ ഓരോ കാലഘട്ടങ്ങളിലും ചൈനയിലെത്തുകയും അന്നത്തെ ചൈനീസ് ജനതയ്ക്ക് അപ്രാപ്യമായിരുന്ന പല അറിവുകളും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഈ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. തമിഴിൽ ഇറങ്ങിയ 7ാം അറിവ് എന്ന സൂര്യനായകനായ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ 94-ൽ ഇറങ്ങിയ മാസ്റ്റർ ഓഫ് സെൻ എന്ന ഹോങ്കോങ് ചിത്രവും ബോധിധർമ്മൻ്റെ ചൈനയിലേക്കുള്ള യാത്രയും ജീവിതത്തെയും കുറിച്ച് വർണ്ണിക്കുന്നവയാണ്. ദക്ഷിണേന്ത്യയിലെ പല്ലവ രാജവംശത്തിലെ 3ാമത്തെ രാജകുമാരനായിരുന്ന അദ്ദേഹം തൻ്റെ രാജകീയ ജീവിതം ഉപേക്ഷിച്ച് സിദ്ധയോഗ സ്വീകരിക്കുകയും തൻ്റെ ഗുരുവായിരുന്ന സിദ്ധഭോഗരുടെ നിർദ്ദേശപ്രകാരം ചൈനയിലേക്ക് യാത്രയാകുകയും ചെയ്തു. ഈ ചരിത്രമെല്ലാം തുടങ്ങുന്നത് 18 സിദ്ധന്മാരിലെ പ്രമുഖനായിരുന്ന മഹായോഗിയായിരുന്ന ശ്രീ കാലങ്കിനാഥ സിദ്ധരിൽ നിന്നാണ്. ഗുരു കാലങ്കിനാഥർ ബനാറസ് നിവാസിയായിരുന്നു. സിദ്ധഭോഗരുടെ ഗുരുവും കാലങ്കിനാഥറായിരുന്നു. അദ്ദേഹം ചൈനയിലേക്ക് പോകുകയും ചൈനയിൽ അദ്ദേഹത്തെ കൺഫ്യൂഷ്യസ് എന്നാണ് വിളിക്കുന്നത്. ചൈനീസ് ആത്മീയ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ ഗുരുവായിട്ടാണ് കൺഫ്യൂഷ്യസിനെ കണക്കാക്കുന്നത്. കാലങ്കിനാഥർ തമിഴ്നാട്ടിലെ ചതുരഗിരിയിലും പൊതികെ മലകളിലുമാണ് താമസിച്ചിരുന്നത്. ഔഷധ സസ്യങ്ങളും പ്രത്യേക മരുന്നുകളും കഴിച്ച് നശിപ്പിക്കാനാവാത്ത ശരീരം ലഭിക്കാൻ സിദ്ധന്മാർ സാധാരണയായി വർഷങ്ങളോളം കഠിനമായി പരിശ്രമിക്കുന്നു. ജ്യോതിവൃക്ഷം എന്ന രീതി കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരാൾക്ക് അത്തരമൊരു ശരീരം നേടാൻ കഴിയുമെന്ന് കാലങ്കിനാഥർ തെളിയിച്ചു. മന്ത്രസിദ്ധി കൊണ്ട് വന്യമൃഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. ഒരിക്കലും അനാവശ്യമായി സ്വയം വെളിപ്പെടുത്താത്ത ശാന്തനായ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ വശീകര ശക്തി, മറ്റുള്ളവരെ വശീകരിക്കാനും നിയന്ത്രിക്കാനുമുള്ള ശക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരാൾക്ക് മികച്ച പ്രാസംഗികനായി തീരാൻ സാധിക്കും. വാശിയോഗം എന്ന ശ്വാസ നിയന്ത്രണ കലയിൽ വിദഗ്ധനായ അദ്ദേഹം കാൽനടയായി വിവിധ ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുകയും അർഹരായ വ്യക്തികൾക്ക് വാശിയോഗം എന്ന കല പഠിപ്പിക്കുകയും ചെയ്തു. പലതവണ ചൈനയിൽ പോയി വന്ന അദ്ദേഹം അവസാന കാലത്ത് കാഞ്ചമലയിലാണ് ജീവസമാധിയായത്. കാഞ്ചമല സിദ്ധർ എന്നൊരു പേരും അദ്ദേഹത്തിനുണ്ട്. ചൈനയിൽ അദ്ദേഹം കൺഫ്യൂഷ്യസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കൺഫ്യൂഷ്യസിൻ്റെ പിൻഗാമിയായിരുന്ന ലാവോസി സിദ്ധഭോഗരായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. തൻ്റെ ഗുരുവിൻ്റെ ആഗ്രഹപ്രകാരം സിദ്ധഭോഗർ സിദ്ധശാസ്ത്രങ്ങളുടെ അറിവ് പ്രചരിപ്പിക്കുന്നതിനായി ചൈനയിലേക്ക് പോയി എന്നും ഒരു വിമാനത്തിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം യാത്ര നടത്തിയതെന്നും പറയപ്പെടുന്നു. വിമാനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം ചൈനക്കാർക്ക് കാണിച്ചു കൊടുക്കുകയും പിന്നീട് അവർക്കായി ഒരു നീരാവി എഞ്ചിൻ ഉപയോഗിച്ച് കടലിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം നിർമ്മിക്കുകയും ചെയ്തു. ചൈനയിൽ ബോഗർ നിർമ്മിച്ച ഈ വാഹനങ്ങളുടെയും ഇവയുടെ മറ്റു പരീക്ഷണങ്ങളുടെയും വിശദാംശങ്ങൾ സപ്തകാണ്ഡം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിൽ ദ്രവ്യത്തിൻ്റെ ദ്വന്ദ്വ സിദ്ധാന്തവുമായി ലാവോസയുടെ ആവിർഭാവവും ചൈനയിലേക്കുള്ള സിദ്ധഭോഗരുടെ യാത്രയും ഏകദേശം ഒരേ സമയത്താണ് നടന്നതെന്ന് ചരിത്രങ്ങൾ പറയുന്നു. ലാവോസയ്ക്ക് മുമ്പ് ദ്രവ്യത്തിൻ്റെ ദ്വൈതത എന്ന ആശയം ഒരു ചൈനീസ് ഗ്രന്ഥത്തിലും പരാമർശിച്ചിട്ടില്ല. ലാവോസയ്ക്ക് മുമ്പുള്ള ദക്ഷിണേന്ത്യൻ ഗ്രന്ഥങ്ങളിൽ ദ്രവ്യത്തിൻ്റെയും ആൽക്കമിയുടെയും ദ്വന്ദ്വത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട്. ഈ സിദ്ധാന്തം ചൈനയിൽ അറിയപ്പെട്ടിരുന്നത് ആണിന് യാങ് എന്നും പെണ്ണിന് യിൻ എന്നുമാണ്. ഇത് ശിവശക്തി അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ശക്തികളുടെ സിദ്ധസങ്കല്പവുമായി പൊരുത്തപ്പെടുന്നു. ഇതേ ആശയം ആദ്യമായി വെളിപ്പെടുത്തിയത് ആദിസിദ്ധരായിരുന്ന അഗസ്ത്യ ഋഷിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വേദങ്ങളോളം പഴക്കമുള്ളവയാണ്. ഭാവിയിൽ മനുഷ്യർക്ക് വലിയ തോതിലുള്ള മാരക രോഗങ്ങൾ പിടിപെടുമെന്ന് സിദ്ധഭോഗർ മനസ്സിലാക്കിയിരുന്നു. വൈദ്യശാസ്ത്രത്തിൽ വിദഗ്ധനായിരുന്ന അദ്ദേഹം 4448 അപൂർവ ഔഷധങ്ങൾ ഉപയോഗിക്കുകയും 9 വിഷ ഔഷധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. എല്ലാ രോഗങ്ങളും ഭേദമാക്കാൻ കഴിവുള്ള ഒരു മരുന്ന് എന്ന നിലയിൽ ഈ 9 വിഷങ്ങൾ ഒന്നിൽ കലർത്തി ഒരു മാസ്റ്റർ മെഡിസിൻ ഉണ്ടാക്കാൻ വലിയ അറിവും വൈദഗ്ധ്യവും ആവശ്യമാണ്. പഴനി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള താനാസിയപ്പൻ ക്ഷേത്രം എന്ന സ്ഥലത്ത് വെച്ച്
അഗസ്ത്യർ, മറ്റു സിദ്ധന്മാർ എന്നിവരോട് കൂടിയാലോചന നടത്തിയ ബോഗർ 9 വിഷങ്ങൾ കലർത്തി മുരുകന്റെ രൂപത്തിൽ മാസ്റ്റർ മെഡിസിൻ ഉണ്ടാക്കി. ജ്യോതിശാസ്ത്രപരമായും ശാരീരികമായും ട്രാൻസ്മൈഗ്രേഷൻ ചെയ്യാൻ കഴിവുണ്ടായിരുന്ന അദ്ദേഹം ചൈന കൂടാതെ പല രാജ്യങ്ങളിലും സന്ദർശിച്ചു. തെക്കേ അമേരിക്കയിലും പസഫിക് രാജ്യങ്ങളിലും അദ്ദേഹം പോയതായി വിവരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ചൈനീസ് സിദ്ധന്മാരുമായി ചർച്ചകൾ നടത്തിയതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. BC 400 ചൈനയിലേക്കുള്ള തൻ്റെ ദൗത്യത്തിൻ്റെ അവസാനത്തിൽ ഭോഗനാഥർ തൻ്റെ ചൈനീസ് ശിഷ്യനായിരുന്ന യുവിന് പുലിപ്പാണി എന്ന ഇന്ത്യൻ നാമവും നൽകി. മറ്റ് അടുത്ത ശിഷ്യന്മാരുമായി ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കരമാർഗം യാത്രയായി. ലോക സഞ്ചാരിയായിരുന്ന മാർക്കോ പോളോയുടെ ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1200 കാലഘട്ടത്തിൽ മലബാർ തീരത്ത് വെച്ച് മെർക്കുറിയുടെയും സൾഫറിൻ്റെയും കഷായങ്ങൾ തയ്യാറാക്കി അതുപയോഗിച്ച് 150 വർഷം മുതൽ 500 വർഷം വരെ ആയുസ് ദീർഘിപ്പിച്ച യോഗി ആൽക്കമിസ്റ്റുകളുടെ ഒരു കൂട്ടവുമായി താൻ കൂടിക്കാഴ്ച നടത്തിയതായി അദ്ദേഹം ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ചൈനയിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ഭോഗനാഥ സിദ്ധരും ശിഷ്യന്മാരുമായിരുന്നു ആ കൂട്ടം എന്ന് പറയേണ്ടതില്ലല്ലോ. ബോധിധർമ്മനെക്കുറിച്ച് വളരെയധികം ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള കളരിപ്പയറ്റ് ആചാര്യനാണോ? ഷാവോലിൻ ക്ഷേത്രത്തിൻ്റെ സ്ഥാപകനായ ചൈനക്കാരുടെ ടാമോ പിന്നീട് ദാമോ ആണോ? അദ്ദേഹം ചൈനയിൽ എത്തിയപ്പോൾ ജപ്പാനീസ് ഭാഷയിൽ സെൻ എന്ന് അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് കുറച്ച് ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുംഫു സ്ഥാപകനായി അദ്ദേഹം ആദരിക്കപ്പെടുന്നു. ചൈനയിലേക്ക് ചായ കൊണ്ടുവന്നതിൻ്റെ ബഹുമതിയും അദ്ദേഹത്തിനാണ്. ദക്ഷിണേന്ത്യൻ രാജ്യമായിരുന്ന തമിഴ്നാട്ടിലെ പല്ലവയിലെ, അതായത് ഇന്നത്തെ കാഞ്ചിയിലാണ് ബോധിധർമ്മൻ ജനിച്ചത്. രാജകീയ ജീവിതം ഉപേക്ഷിച്ച അദ്ദേഹം സന്യാസിയായി തൻ്റെ ഗുരുവിൻ്റെ കൂടെ ചൈനയിലേക്ക് യാത്രയായി. ചൈനയിലെത്തിയ അദ്ദേഹം അന്നത്തെ അപരിഷ്കൃതരായ ചൈനീസ് ജനതയ്ക്ക് ആത്മീയപരമായും കായികപരമായും സാംസ്കാരികപരമായുമുള്ള സർവ്വ അറിവുകളും പകർന്നു നൽകി. തമിഴ്നാടിൻ്റെ സ്വന്തം ആയോധന കലയായ സിലമ്പം, കരാട്ടെ, കുംഫു, മർമ്മവിദ്യകൾ, തായ്ചി തുടങ്ങി സർവ്വ ആയോധന കലകളിലും വിദഗ്ധനായിരുന്ന അദ്ദേഹമാണ് ഇവയെല്ലാം ചിട്ടപ്പെടുത്തി ആധുനിക ലോകത്തിന് സമ്മാനിച്ചത്. സിദ്ധവൈദ്യത്തിൽ വൈദഗ്ധ്യം നേടിയിരുന്ന അദ്ദേഹം ചൈനീസ് ജനതയെ വൈദ്യം, ആൽക്കമി എന്നിവയെല്ലാം പഠിപ്പിച്ചു. ചൈനയിലെ സുങ് പർവ്വത നിരയിലെ ഗുഹയിൽ 9 വർഷം ധ്യാനത്തിലിരുന്ന അദ്ദേഹം ധ്യാന ബുദ്ധമതവും പഠിച്ച് ആ മതത്തിൻ്റെ 28ാമത്തെ ഗോത്ര പിതാവായി മാറി. ഷാവോലിൻ ക്ഷേത്രത്തിനെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായി അദ്ദേഹം സന്യാസിമാർക്ക് ശാരീരിക കായിക പരിശീലനം ആരംഭിച്ചു. അതാണ് പിന്നീട് ലോക പ്രശസ്തമായ ഷാവോലിൻ കുംഫു എന്ന പേരിൽ പ്രശസ്തമായത്. ചൈനയിൽ ദ ഗ്രേറ്റ് ഡാമോ എന്ന പേരിലും ജപ്പാനിൽ ദാറുമ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ബോധിധർമ്മൻ തങ്ങളെ വിട്ടു പോകാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ചൈനയിലെ ശിഷ്യന്മാർ തന്നെ അദ്ദേഹത്തിന് വിഷം നൽകി എന്ന് പറയപ്പെടുന്നു. എന്നാൽ ബുദ്ധിമാനായ അദ്ദേഹം അതിൽ നിന്നും രക്ഷപ്പെട്ട് ഹിമാലയത്തിലേക്ക് യാത്രയാവുകയും തൻ്റെ അന്ത്യകാലം അവിടെ ചിലവഴിക്കുകയും ചെയ്തതായി ചരിത്രങ്ങൾ പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിവുകളും രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.